നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് പരിശുദ്ധ ഖുർആൻ അവതീർണമാകുന്ന കാലത്ത് ശാസ്ത്രം ABCD പോലുമില്ല, വട്ടപൂജ്യമാണ്. ആ കാലത്ത് നേരത്തെ പറഞ്ഞ ഒട്ടകത്തിന്റെ മൂക്കേറി പിടിക്കാൻ പഠിച്ച ജനതയിൽ ജനിച്ച പ്രവാചകൻ അവതീർണമായ പരിശുദ്ധ ഖുർആൻ നൂറുകണക്കിന് സ്ഥലത്ത് ഭൂമിയെക്കുറിച്ച്, സൂര്യനെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, ജീവജാലങ്ങളെക്കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞിട്ടും ആധുനിക ശാസ്ത്രീയ സത്യത്തിന്, ലേറ്റസ്റ്റ് സയന്റിഫിക് ട്രൂത്ത്, ആധുനിക ശാസ്ത്രീയ സത്യത്തിന് വിരുദ്ധമായ ഒരു പരാമർശം അള്ളാന്റെ കിതാബിലില്ല എന്നുള്ളത് സുബ്ഹാനല്ലാഹ് ഒരു വലിയ അത്ഭുതമാണ്, വലിയ അത്ഭുതം. എന്തായി പറയുന്നത്? വെറും 450 കൊല്ലം മുമ്പ് ഒരു ശാസ്ത്രജ്ഞൻ എഴുതിയ ശാസ്ത്ര പുസ്തകം എടുത്താൽ ഞാൻ തറപ്പിച്ചുറപ്പിച്ചു പറയുന്നു, അതിലെ 70%, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തില് പരിശുദ്ധ ഖുർആനിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ജിഹാദ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദ്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഏറ്റവും വലിയ ജിഹാദ് പരിശുദ്ധ ഖുർആനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജിഹാദാണ്. ഈ വലിയ സദസ്സിന്റെ മുന്നിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, സത്യത്തിൽ നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ ഖുർആൻ മുഴുവൻ പഠിച്ചവരുണ്ട്? ഈ സദസ്സിനെ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സദസ്സിലുള്ളവരൊക്കെ നമസ്കരിക്കുന്നവരാണ്. ഈ സദസ്സിലുള്ളവരൊക്കെയും റമദാൻ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുന്നവരാണ്. സാമ്പത്തിക ശേഷിയും ക്രയശേഷിയും ഉണ്ടായാൽ ഹജ്ജ് ചെയ്യുന്നവരാണ്. അതേസമയം അതേപോലെ സക്കാത്തും ഒരുവിധം കൊടുക്കുന്നവരാണ്. പക്ഷേ ഈ സദസ്സ് പോലും ഒരുപക്ഷെ അവഗണിച്ചിട്ടുണ്ടാവുക ഖുർആനിനെ ആയിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ ആർക്കാണ് ഖുർആൻ അറിയുക എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വലിയ മുസ്ലിയാക്കന്മാർക്കും മൗലവിമാർക്കും മറ്റുമാണ്. ഒരു കാര്യം ഈ സദസ്സും ഈ ക്യാമ്പയിനും വിളിച്ചു പറയുന്നുണ്ട്, ഈ പരിശുദ്ധ ഖുർആൻ മുസ്ലിയാക്കന്മാർക്കോ മൗലവിമാർക്കോ വേണ്ടി ഇറക്കപ്പെട്ട കിതാബല്ല. ഹുദൽ ലിന്നാസ്, അത് മനുഷ്യ സമൂഹത്തിന്റെ വിമോചന ഗ്രന്ഥമാണ്, സന്മാർഗദർശകമാണ്. ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാത്തി ഇലന്നൂർ, മനുഷ്യ സമൂഹത്തെ സകലമായ ഇരുട്ടുകളിൽ നിന്നും വിമോചിപ്പിച്ച് അടിസ്ഥാന വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ അല്ലാഹുവിന്റെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. നാം മനസ്സിലാക്കണം, ആ പരിശുദ്ധ ഖുർആനിനെ ഉൾക്കൊള്ളുക എന്നത് ഏറ്റവും വലിയ ബാധ്യതയായി ഈ സദസ്സ് ഏറ്റെടുക്കണം. തീർച്ചയായും പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാണ്. നാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് നമ്മളോട് കൽപ്പിക്കുന്ന അള്ളാഹുവിന്റെ വചനമാണ് ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് വിധി കൽപ്പിക്കാത്തവൻ സത്യനിഷേധിയാണ്. ആ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാത്തവൻ അധർമ്മകാരിയാണ്, അക്രമിയാണ്. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ളാലിമൂൻ ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കാത്ത മനുഷ്യൻ അയാൾ സത്യനിഷേധിയാണ്, അധർമ്മകാരിയാണ്, അയാൾ അക്രമിയാണ്. ഒരുപക്ഷെ നാളെ അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോൾ ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പരിശുദ്ധ ഖുർആനിന്റെ കാര്യത്തിലായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം ഖുർആൻ പഠിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ഉത്തരമായിരിക്കും നമുക്ക് കിട്ടുക. നാം മനസ്സിലാക്കണം, ഈ സമുദായത്തിന് വേണ്ടി ശഫാഅത്തുൽ കുബ്ര നിർവഹിക്കുന്ന ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഈ സമുദായത്തെ ചൂണ്ടിക്കൊണ്ട് അല്ലാഹുവിനോട് നാളെ ആപരാധി ബോധിപ്പിക്കും. യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പടച്ചവനെ, ഇവര് പരിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവരാണ്, ഇവര് പരിശുദ്ധ ഖുർആനിനെ പരിഗണിക്കാത്തവരാണ്. അതുകൊണ്ട് ഈ സമൂഹത്തിനെതിരിൽ നാളെ അല്ലാഹുവിന്റെ റസൂല് പോലും അല്ലാഹുവിനോട് സാക്ഷി നിൽക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് താക്കീത് നൽകുകയാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഖുർആനിനെ ഉൾക്കൊള്ളുക എന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതേതെങ്കിലും പുരോഹിത വർഗത്തിന് നിശ്ചയിക്കപ്പെട്ടതല്ല. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, പരിശുദ്ധ ഖുർആൻ ഏറ്റവും എളുപ്പമായ ഘടനയിൽ അല്ലാഹു തആല അവതരിപ്പിച്ചിരിക്കുന്നു. വളരെ കുറച്ച് പദങ്ങളെ ഖുർആനിലുള്ളൂ. വളരെ കുറഞ്ഞ പദങ്ങൾ കൊണ്ട് അത്ഭുതകരമായ ഒരു കിതാബ് രൂപപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഖുർആനിനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഏറ്റവും എളുപ്പമാണ് ഖുർആൻ.
അതുകൊണ്ട് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ചിറക് വിരിച്ചു തന്ന 4 മണി മുതൽ അള്ളാഹുവിനെ കുറിച്ചും ഖുർആനിനെ കുറിച്ചും മാത്രം സംസാരിച്ച ഈ മഹത്തായ സദസ്സിൽ വെച്ച് എനിക്ക് എന്റെ സഹോദരി സഹോദരന്മാരോട് ഒന്നാമത് കൊടുക്കാനുള്ള വസിയത്ത്, അള്ളാഹുവിന്റെ കിതാബിനെ പഠിക്കാനും ഉൾക്കൊള്ളാനും നിങ്ങൾ സന്നദ്ധമാകണം എന്നാണ്. കാരണം മുസൽമാന്റെ കയ്യിലെ ആയുധമാണ്, മനുഷ്യരുടെ കയ്യിലെ ഏറ്റവും വലിയ ദിവ്യ അത്ഭുതമാണ് പരിശുദ്ധ ഖുർആൻ. ലോകത്തിന്റെ കൂരിരുട്ടുകളെ മുറിക്കാനും തമസ്സുകൾക്ക് വെളിച്ചം പകരാനും നമ്മുടെ കയ്യിലുള്ള ആയുധം പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിനെ നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷം മുമ്പ് ഈ സമുദായത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ലയത്തിയന്ന സമാനന്ന ലാ ഉമ്മത്തി ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. എന്റെ സമുദായത്തിന് ഒരു ദുഷ്ട കാലഘട്ടം വരും, അന്ന് ഇസ്ലാമിൽ പേര് മാത്രമേ അവശേഷിച്ചിരിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ അതിന്റെ അക്ഷരങ്ങളിൽ മാത്രം പരിമിതമായിരിക്കും. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് ഇതുപോലെ മുസാഫ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ പള്ളിയിലും വീട്ടിലും ഉള്ളതുപോലെ ധാരാളം മുസാഫുകൾ അന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചില സഹാബാക്കളോട് രഹസ്യമായി എഴുതി വെക്കാൻ പറഞ്ഞതല്ലാത്ത ഖുർആനേ ഉണ്ടായിരുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അതിലെ ഓരോ സഹാബത്തിനെയും ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകളാക്കി മാറ്റി. അവരിൽ ഒരു സഹാബത്തിനെ കണ്ടാൽ ഖുർആൻ കണ്ട പോലെ, അവരിൽ ഒരാളെ തൊട്ടാൽ ഖുർആൻ തൊട്ട പോലെ, അവരുടെ ജീവിതം കണ്ടാൽ ഖുർആൻ വായിക്കുന്ന പോലെയായിരുന്നു. അതേസമയം നമ്മളോ പരിശുദ്ധ ഖുർആനിനെ മേത്തരം കടലാസുകളിൽ അടക്കി ഒതുങ്ങ. ഞാൻ പറയുന്നു, നമ്മുടെ സമുദായം ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയതിന്റെ ഏറ്റവും വലിയ കാരണം അവർ ഖുർആനിനെ അർത്ഥമറിയാതെ കേവലം പാരായണം ചെയ്യും. മുസ്ലിങ്ങൾക്ക് ഓതാൻ തന്ന കിതാബല്ല ഖുർആൻ, മനുഷ്യ സമൂഹത്തിന് ജീവിക്കാൻ വേണ്ടി തന്ന ജീവിതത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ജീവിതത്തിൽ ഖുർആനിനെ ഉൾക്കൊള്ളണമെങ്കിൽ ഖുർആനിനെ പഠിക്കണം. നിങ്ങൾ നോക്കൂ, നമ്മുടെ സമുദായം അന്ധവിശ്വാസത്തിലേക്കും ശിർക്കിലേക്കും കൂപ്പുകുത്തിയതിന്റെ കാരണം അവർ ഖുർആൻ പഠിക്കാത്തതിന്റെ പേരിലാണ്. ഞാൻ എന്റെ ഖുർആൻ സ്റ്റഡി സെന്ററിൽ ഒരിക്കൽ വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖറ, അല്ലാഹുവിനെ കൂടാതെ മറ്റ് ഇലാഹുകളെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന ഖുർആനിക ആയത്തിന്റെ അർത്ഥം വിശദീകരിച്ചപ്പോൾ ബഹുമാന്യനായ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ഇത്ര കൃത്യമായി അല്ലാഹുവിനെ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് ഖുർആനിലുണ്ടോ എന്നാണ് ചോദിച്ചത്. അദ്ദേഹം പറയുന്നു, ഞാൻ ഇതൊരു അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമായിട്ടാണ് കണ്ടത്. അഥവാ അല്ലാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് ഖുർആനിലുണ്ടോ എന്ന് ഈ സമുദായത്തിന് അറിയില്ല. അതുകൊണ്ട് എന്താ എന്ന് പറഞ്ഞാൽ, ഈ സമുദായം എന്തെല്ലാം അബദ്ധജടിലമായ വിശ്വാസങ്ങളിൽ ഉൾക്കൊണ്ടു. ഞാൻ ഈ അടുത്ത് ഒരു പണ്ഡിതന്റെ പ്രഭാഷണം എന്നെ ഏറെ വേദനിച്ചു. ലോകത്ത് ഇന്നേ വരെ ഒരൊറ്റ മുഫസ്സിറോ മുസ്ലിമോ ഒരു പണ്ഡിതനോ അർത്ഥം അറിയാത്ത പുതിയ കാഴ്ചപ്പാടിൽ ഒരു ആയത്തിനെ വിശദീകരിക്കുകയാണ്. നമ്മൾ പഠിക്കണം. എവിടേക്ക് പോകുന്നു നമ്മുടെ സമുദായം എന്ന് നമ്മൾ പഠിക്കണം. പ്രവാചകരെ പ്രഖ്യാപിക്കണം. അള്ളാഹുവിന്റെ സന്ദേശം ലോകത്തിന് മുമ്പിൽ പറയാൻ അല്ലാഹു പറയാണ്, സ്വന്തത്തോട് അതിക്രമം കാണിച്ച എന്റെ അടിയാറുകളെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും. പക്ഷേ ഏതാനും മാസം മുമ്പ് കേരളത്തിലെ പ്രമുഖനായ ഒരു പണ്ഡിതൻ അതിനർത്ഥം കൊടുത്തത്, കാസിം മൗലവിയൊക്കെ ഞെട്ടിപ്പോകണ്ട, പ്രവാചകരെ താങ്കൾ പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം കാണിച്ച എന്റെ അടിമകളെ. നോക്കണം അർത്ഥം വെച്ചത്. അഥവാ മനുഷ്യരെല്ലാവരും അള്ളാഹുവിന്റെ റസൂലിന്റെ അടിമയാണെന്നും അള്ളാഹുവിന്റെ അടിമ റസൂല് മാത്രമാണെന്നും പുതിയ സമൂഹത്തെ ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പുതിയ പൗരോഹിത്യം. നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് പൗരോഹിത്യം ഖുർആൻ പഠിപ്പിക്കുന്നില്ല? ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലിയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിലി വയസുത്തൂന അൻ സബീലില്ലാഹ് എന്ന ഖുർആനിന്റെ അർത്ഥം ഈ സമുദായം പഠിച്ചു പോകും. അഥവാ പുരോഹിതന്മാരിലും പാതിരിമാരിലും പെട്ട ഒട്ടേറെ ആളുകൾ ജനങ്ങളെ ദൈവിക സരണിയിൽ നിന്ന് തെറ്റിക്കുകയും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി പിണുങ്ങുകയും ചെയ്യുമെന്ന ആയത്ത് ഈ സമുദായം പഠിക്കാതെ പോകണം. അതിനുവേണ്ടിയാണ്. അഥവാ ഖുർആൻ പഠിച്ചിരുന്നെങ്കിൽ പൗരോഹിത്യത്തിന്റെ ദുഷ്ടലാക്ക് ഇവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എന്തർത്ഥവും പഠിച്ചാലും നമുക്കറിയില്ല. പണ്ട് തമാശ പറയാറുണ്ട്, ഈ സദസ്സ് എപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചോട്ടെ എന്ന് കരുതിയാൽ ഒരു തമാശ പറയാൻ.
ഒരു പണ്ഡിതന്റെയും ഒരു സാധാരണക്കാരന്റെയും ഭൂമി അടുത്തടുത്ത് വന്നു. ഞാൻ നല്ലൊരു ചിത്രമാണത്. ഒരു പണ്ഡിതൻ ഒരു സാധാരണക്കാരനായ ഒരു കർഷകന്റെ ഭൂമി അടുത്തടുത്ത് വന്നു. പണ്ഡിതൻ കുറേശ്ശെ അദ്ദേഹത്തിന്റെ അതിര് കക്കാൻ തുടങ്ങി. അതിര് കക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, എന്റെ നാട്ടിലെ ഭാഷ അങ്ങനെയാണ്. കുറേശ്ശെ അപ്പുറത്തുനിന്ന് മണ്ണിങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇത് വല്ലാതെ ആയപ്പോ ഈ കർഷകൻ വിനയപൂർവ്വം ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, എന്റെ ഭൂമി ചുരുങ്ങി ചുരുങ്ങി വരുന്നുണ്ടല്ലോ. ഉടനെ ഖുർആൻ ഓതി. ഉസ്താദ്, ഈ ഖുർആനിൽ ഓതിയിട്ടില്ലേ, ഭൂമി അതിന്റെ ഇരുപാർശ്വങ്ങളിൽ നിന്നും ഇടുങ്ങിയതായി അവർക്ക് അനുഭവപ്പെടും. പരലോകത്തിന്റെ കാര്യം പറഞ്ഞതാ, അതുകൊണ്ടാണ് നിന്റെ ഭൂമി ചുരുങ്ങിയത്. പക്ഷേ കർഷകനാൾ വിരുദ്ധനാ. ഉടനെ തന്നെ അവൻ മറുചോദ്യം ചോദിച്ചു, ഉസ്താദിന്റെ ഭൂമി ഇങ്ങനെ വലുതായി വലുതായി വരുന്നുണ്ടല്ലോ. ഉസ്താദ് ഉടനെ ആയത്തോതി, അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അവൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. പക്ഷേ കർഷകൻ വിട്ടില്ല. വീണ്ടും അവൻ ചോദിച്ചു, ഉസ്താദെ, ഇതൊന്ന് മറിച്ചായിക്കൂടെ, ഭൂമി വലുതാകൽ എനിക്കും ചുരുങ്ങൽ ഉസ്താദിനും ആയിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴും ഉസ്താദ് ഖുർആൻ ആയത്തോതി. ഉസ്താദ് ഓതി, ചില കാര്യങ്ങളെ കുറിച്ച് ചോദിക്കണ്ട, ഉത്തരം പറഞ്ഞാൽ ദുഃഖിക്കേണ്ടി വരും. ഈ സമുദായത്തിന്റെ ഒരു ചിത്രമാണ് ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് ഖുർആൻ അറിയില്ല. ഖുർആൻ അറിയാത്തത് കൊണ്ട് ഈ സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നു. ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല, നമുക്കെങ്കിലും കുടുംബജീവിതത്തെ കുറിച്ച് അറിയുമോ? ആരെ വിവാഹം കഴിക്കണമെന്ന് നമ്മുടെ കുട്ടികൾക്ക് അറിയുമോ? ആരാണ് അന്യര്, ആരാണ് അടുത്തവരെന്നറിയുമോ? ആരാണ് മുഹറം എന്നറിയുമോ? അവസാനം എനിക്കറിയാം, ഞങ്ങളുടെ തന്നെ കുടുംബത്തിൽപ്പെട്ട ഒരു ജ്യേഷ്ഠത്തിയുടെയും അനുജത്തിയുടെയും 2 മക്കള്, അവർ തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് അവിടുത്തെത്തി. അപ്പൊ ആദ്യം അവർ കരുതി അങ്ങനെ പാടില്ല. പിന്നെ അവർക്ക് മനസ്സിലായി ജ്യേഷ്ഠത്തിയുടെ മകനായാലും അനിയത്തിയുടെ മകളും തമ്മിൽ വിവാഹം കഴിക്കാം, സമ്മതിച്ചു. അപ്പോഴാണ് ജ്യേഷ്ഠത്തി പറയുന്നത്, ഇവര് തമ്മിൽ മുലകുടി ബന്ധമുണ്ട്. അപ്പോഴാണ് ഇപ്പൊ കുട്ടികളുടെ ഇവിടെ വയലും വലിയ പ്രശ്നത്തിലാണ് ഞങ്ങള്. മുല കുടിച്ചോക്കെ അവിടെ മാറ്റിവെക്ക്, എന്ത് മുലകുടി ബന്ധം നമുക്കറിയില്ല. ഖുർആൻ അറിയാത്തത് കൊണ്ട് നമുക്ക് ഇസ്ലാം അറിയില്ല. ഞാൻ പറയുന്നു, നമ്മളൊക്കെയും ഖുർആൻ പഠിക്കണം. ആ ഖുർആൻ പഠിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ഞാൻ പറയും, ഇപ്പോ ചിലപ്പോൾ നഹവും സർഫും വലിയ നിയമങ്ങളൊക്കെ വേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളെ ഖുർആൻ സ്റ്റഡി സെന്ററിൽ കുറെ ആളുകൾ അങ്ങനെ പഠിച്ച് ഉഷാറായിട്ടുണ്ട്, പണ്ഡിതന്മാർ രൂപപ്പെടണം. പക്ഷേ ഖുർആൻ സ്റ്റഡി സെന്ററിൽ നഹവും സർഫും അതിന്റെ ചോദ്യോത്തരങ്ങൾക്കും വിധേയമാകാത്ത രൂപത്തിലും ഖുർആൻ പഠിക്കാൻ നമ്മൾ സന്നദ്ധമാകണം. പൊതുസമൂഹം ഖുർആൻ പഠിക്കണം. എന്നോട് ഞാൻ പെരിന്തൽമണ്ണയിൽ ഒരു ഖുർആൻ ക്ലാസ് നടത്തുന്നുണ്ട്. ഏകദേശം 750 ആളുകൾ ആ ഖുർആൻ ക്ലാസ്സിലുണ്ട്. 750 പേർ ആ ഖുർആൻ ക്ലാസ്സിൽ. അത് തുടങ്ങാൻ നേരത്തെ ഒരു ഡോക്ടറിനെ വിളിച്ചിരുന്നു. ഡോക്ടർ ചോദിച്ചു, അമീൻ സാഹിബ്, എനിക്ക് അറബി അക്ഷരം തന്നെ അറിയില്ല, ഞാൻ മദ്രസ പഠിച്ചിട്ടില്ല, എനിക്ക് ഖുർആൻ സ്റ്റഡി സെന്ററിൽ വരാൻ പറ്റുമോ, ഖുർആൻ പഠിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്കാണ് ഖുർആൻ പഠിക്കാൻ എളുപ്പം. അതെന്താ അങ്ങനെ? ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, അറബി അറിയില്ലായിരുന്നു. അറബി ഭാഷ എഴുതാനും വായിക്കാനും അറിയാത്ത റസൂലുള്ള ഖുർആൻ പഠിപ്പിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്താ ഖുർആൻ പഠിച്ചാല്? പക്ഷെ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ മറുചോദ്യം, അത് നബിയല്ലേ, ഞാനല്ലല്ലോ, ഞാൻ നബി പോലല്ലോ. ഞാൻ വീണ്ടും പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രമുഖരായ സഹാബാക്കൾക്ക് അറബി അക്ഷരം അറിയില്ല, അറബി എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. പിന്നെന്തിനാ നഹ്വു സർഫ്? നഹ്വും സർഫുമല്ലോ നിങ്ങൾ കെട്ടിക്കൊടുങ്ങല്ലേ. ഖുർആനിന്റെ ആശയം പഠിക്കണം. ഞാനിപ്പോ ഒരായത്ത് പറയാം, ഖുൽ ഹുവല്ലാഹു അഹദ്. അതിന്റെ ഒരു നഹ്വും സർഫും ഒന്നും പഠിച്ചില്ലെങ്കിലും അല്ലാഹു ഏകനാണെന്ന സത്യം ആ ഖുർആനായത്ത് പഠിച്ചാൽ എന്താ പ്രശ്നം? അതുകൊണ്ട് എന്റെ പ്രഭാഷണം കേൾക്കുന്ന സദസ്സിൽപ്പെട്ട ഒരൊറ്റാളോടും അള്ളാഹുവിന്റെ മലായിക്കത്തുകളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ പടച്ചോന്റെ കോടതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല, ഒരു പഴുതുമില്ല. ഒരായുസ് ഭൂമിയിൽ ജീവിച്ചിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ സ്വീകരിച്ചിട്ട് അള്ളാന്റെ കിതാബ് ഒരാവർത്തി വായിക്കാതെ പരലോകത്തേക്ക് കടന്നു ചെന്നാൽ വിടില്ല റബ്ബ് എന്ന് നിങ്ങളെ താക്കീത് നൽകാൻ, ഓർമ്മപ്പെടുത്താൻ, ഒന്നാമതായി എന്നെ താക്കീത് നൽകാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, പണ്ടുള്ള ഒരാളെന്ന മഹ്ശറിൽ ചോദ്യം ചെയ്താൽ ഖുർആൻ പഠിച്ചോ എന്ന് ചോദിച്ചാൽ അയാൾ പറയും, ഖുർആനല്ല, കണക്കും സയൻസും ഒന്നും പഠിച്ചില്ല, പഠിച്ചോനെ പുറത്തു തരണേന്ന് പറയും. നമ്മളെയോ ഫ്രം LKG മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടി എത്ര പുസ്തകം പഠിച്ചു, എന്തെല്ലാം പഠിച്ചു. പക്ഷേ ഇതൊക്കെ പഠിച്ചിട്ടും ഞാന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, LKG മുതൽ MD ഡിഗ്രി കോഴ്സ് പാസ്സാകുന്നവരെ നിങ്ങൾ എത്ര പുസ്തകം പഠിച്ചു? അവർ 10,000 പുസ്തകങ്ങളുടെ എണ്ണം പറഞ്ഞു. അതേസമയം ഒരു ഖുർആൻ മാത്രം പഠിച്ചിട്ടില്ല. 15 ദിവസത്തെ മാധ്യമ ദിനപത്രം വെച്ചാൽ വലിപ്പത്തിൽ മാധ്യമ ദിനപത്രമായിരിക്കും വലുത്. ഞാൻ നോക്കിയിട്ടാ പറയണത്. 2 ജുസ് ഉണ്ടാവും ഒരു പേജ്, ഒരു ദിവസത്തെ പത്രം.
പക്ഷേ നമ്മളൊരായുസ് ജീവിച്ചിട്ട് ഖുർആനകത്ത് എന്ത് പറഞ്ഞു എന്നറിയില്ല. ശരിക്കും നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ ആയുധല്ലേ ഖുർആൻ. ഈ ഖുർആനാണ് എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? ലോകത്ത് മാറ്റങ്ങൾക്ക് തിരികൊളുത്തിയത് ഖുർആനാ. നേരത്തെ പറഞ്ഞില്ലേ ഷിഹാബ് സാഹിബ്, ലോകത്ത് പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചത് ഖുർആനാ. ഈ ഇന്ന് മനുഷ്യ സമൂഹം കാണുന്ന മുഴുവൻ ചൈതന്യങ്ങൾക്ക് ഖുർആനാണ് വിപ്ലവം വരുത്തിയത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒട്ടകത്തിന്റെ മൂക്കേർ പിടിക്കാൻ പഠിച്ച ജനതയിൽ ജനിച്ച നിരക്ഷരനായ പ്രവാചകന്റെ വായിലൂടെ അവതീർണമായ പരിശുദ്ധ ഖുർആൻ ലോകത്തെ മാറ്റിമറിച്ചു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. അവർ ഏറ്റവും മോശമായ ജനതയായിരുന്നു. അവരെ വേദം പഠിപ്പിച്ച് സംസ്കരിച്ചെടുത്തു പ്രവാചകൻ. നമ്മുടെ നാട്ടിൽ മദ്യപാനം ഒഴുകുന്നില്ലേ? ഇന്ന് മദ്യം മാത്രമല്ല, 30% ഹയർ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ ലഹരി മരുന്നിന് അടിമപ്പെടുന്നു എന്നാ പറയുന്നത്. രാജ്യത്ത് 30,000 കോടി രൂപയുടെ ഔദ്യോഗിക മദ്യമാണ് ഒരു വർഷം കൊച്ചു കേരളം കുടിച്ചു തീർക്കുന്ന ആവശ്യമില്ലാത്തവരായിരുന്നില്ലേ? കേരളത്തിലെ സ്ത്രീകൾ മാറുമറക്കാൻ കിട്ടിയ സന്ദേശം ഖുർആനിലൂടെ കിട്ടിയ നവോത്ഥാനമാണെന്ന് നവോത്ഥാനത്തിന്റെ ആളുകൾ പഠിക്കണം. കേരളത്തിന്റെ സ്ത്രീകൾ മാറുമറക്കാനുള്ള നവോത്ഥാനത്തിന്റെ സന്ദേശം സ്ത്രീകൾക്ക് ലഭിച്ചത് ഖുർആനിക സന്ദേശത്തിലാണ്. ഖുർആനിന്റെ സന്ദേശം ഉൾക്കൊണ്ട ടിപ്പു സുൽത്താനെ പോലെയുള്ള ആളുകൾ കേരളത്തിൽ വന്ന് ചേലക്കരകളിലൂടെ ചേല വിതരണം ചെയ്തിട്ട കേരളത്തിന്റെ പെണ്ണ് തുണി ഉടുക്കാൻ പഠിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാലത്ത് മാറുമറച്ചതിന്റെ പേരിൽ മുലക്കരം കൊടുക്കേണ്ടി വന്നവരാണ് കേരള. മാറുമറച്ചതിന്റെ പേരിൽ 2 സ്ഥലങ്ങളും തിരുവിതാംകൂർ അമ്മ മഹാറാണി ഈഴവ പെണ്ണിന്റേത് മുറിച്ചു മാറ്റിയിട്ടുള്ള കേരളമാണ്. ഞാൻ പറയുന്നു, സ്ത്രീകളെ ചരിത്രത്തിൽ ഉയർത്തിയത് ഖുർആനാ. ഇതുപോലൊരു വാചകമുണ്ടോ? പുടിച്ചു മൂടപ്പെട്ട പെൺകുട്ടി നാളെ അവളോട് ചോദിക്കും, പൊന്നുമോളെ നീ എന്തിന്റെ പേരിലാണ് കൊല ചെയ്യപ്പെട്ടത്? ഈ സ്ത്രീയുടെ ഈ വാചകം നിങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ ചോദിക്കണം. തനിക്ക് ജനിച്ചതൊരു പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അപമാനഭാരം സഹിക്കവയ്യാതെ മുഖം കറുത്ത് വിവർണമായി 6 അടി മണ്ണിൽ കുടിച്ചുമുടണമോ എന്നൊരു പിതാവ് ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് ചരിത്രത്തിന്റെ താളുകൾ സ്ത്രീകളെ ഉയർത്തിയ കിതാബ് അതാണ് പരിശുദ്ധ ഖുർആൻ. ഒരു വിഷയത്തിൽ മാത്രമല്ല, നിങ്ങളൊക്കെ വന്ന് അടുത്തടുത്ത് കസേരട്ടിരിക്കേണ്ടത് എന്നേത് തുടങ്ങിയത് കേരളത്തിൽ? എന്നെ കേരളത്തിൽ കസേരട്ടിരിക്കാൻ തുടങ്ങിയത്? പുഴുവിന് നടക്കാം, തേരട്ടയ്ക്ക് നടക്കാം, പഴുതാരക്ക് പോകാം, ആർക്കും പോകാം. തന്നെ പോലെ ഇവിടെ കണ്ണുള്ള, ചെവിയുള്ള, മൂക്കുള്ള, തന്റെ പോലെ രക്തമൊഴുകുന്ന, തന്നെ പോലെ അമ്മ പറ്റ മനുഷ്യന് വഴി നടക്കാൻ പാടില്ലായിരുന്നല്ലോ ഈ കൊച്ചു കേരളത്തില്. കൊച്ചു കേരളത്തിലെ അടുത്ത കാലം നമ്മൾ പഠിച്ചില്ലേ? പുലയൻ കടയിൽ പോയിട്ട്, പലചരക്ക് കടയിൽ പോയിട്ട് ഉപ്പ് എന്ന് പറഞ്ഞപ്പോ ഉപ്പ് എന്നുള്ള വാക്ക് പ്രയോഗിച്ചതിന്റെ പേരിൽ പുലയനെ അടിച്ചു കൊന്ന നാടാണ് കേരളം. അതിന്റെ 1350 വർഷം മുമ്പ്. സുബ്ഹാനല്ലാഹ്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതഗാറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഈ സന്ദേശത്തിന്റെ പിൻബലത്തോടു കൂടി സഹോദര്യത്തിന്റെ അതിശക്തമായ സ്ഥാനം സൃഷ്ടിക്കപ്പെട്ടു. നീഗ്രോ വംശജനായ ബിലാൽ റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കുന്ന രംഗമുണ്ടായി. ഞാൻ പറയുന്നത് ഖുർആനാണ് നവോത്ഥാനത്തിന്റെ വേദഗ്രന്ഥം എന്ന് നിങ്ങൾ ലോകത്തോട് പറയണം. ആ ഖുർആനാണ് ലോകത്തെ മാറ്റിമറിച്ചത്. പക്ഷേ നമ്മൾ ഇതിന്റെ ഒന്നും വിലയൊന്നും മനസ്സിലാക്കാതെ അങ്ങ് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. ശരിക്കും ഒരു മോചിതത്തല്ലേ ഖുർആൻ? അമാനുഷിക ഗ്രന്ഥമല്ലേ? അമ്പിയാക്കന്മാർക്ക് അവരുടെ പ്രവാചകത്വം തെളിയിക്കാൻ വേണ്ടി അല്ലാഹു തആല കൊടുക്കുന്ന അമാനുഷിക ദൃഷ്ടാന്തമാണ് മോചിസത്ത്. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്തത് വടിയിട്ടാൽ അത് പാമ്പാകും, കൈ കക്ഷത്തിൽ വെച്ചാൽ തഖ്റുജു ബൈളാ മിൻ ഗൈരി സൂഇൻ, അത് പ്രകാശമാനമായി തീരും. ഈസാ നബിക്ക് കുഷ്ഠരോഗികളുടെയും വെള്ളപ്പാണ്ടുള്ള രോഗികളുടെയും രോഗം മാറ്റാനുള്ള സിദ്ധി കൊടുത്തു. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത മോചിതത്ത് അത് ഖുർആനാ. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി വേറൊരാൾ ഇട്ടാ പാമ്പാകൂല. മൂസാ നബി വഫാത്തായതോടുകൂടി ആ മോചിതത്ത് അവസാനിച്ചു. ഈസാ നബി അലൈഹി സ്വലാമിന്റെ സിദ്ധി അദ്ദേഹത്തിന്റെ അനുചരന്മാർക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ച മോചിതത്തായ പരിശുദ്ധ ഖുർആൻ അന്നുള്ളതിനേക്കാൾ പ്രോജ്വലമായ മോചിതത്തായി എന്റെയും നിങ്ങളുടെയും കയ്യിലുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലായിട്ടില്ല. അതിലായി നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ എന്ന വെല്ലുവിളി. ഭാഷാഘടനയിൽ മാത്രമല്ല, ആശയഘടനയിൽ
പരിശുദ്ധ ഖുർആൻ സമർപ്പിച്ച ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും ബദലായി ലോകത്ത് ഏതൊക്കെ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ ഉദയം ചെയ്തോ ഒക്കെ തകർന്ന് തരിപ്പണമായില്ലേ? അതേസമയം പരിശുദ്ധ ഖുർആൻ നിലനിൽക്കുകയാണ്. ഈ പരിശുദ്ധ ഖുർആനിൽ വല്ല സംശയമുണ്ടെങ്കിൽ ഒരു സൂറത്ത് കൊണ്ടുവരും എന്ന വെല്ലുവിളി അന്നല്ല എന്നുമുണ്ട്. എന്നും ആ ഖുർആനിൽ അതുണ്ട്. 10 സൂറ കൊണ്ടുവരാ. ആ ഖുർആനിന്റെ വെല്ലുവിളി ഇന്നും പരിശുദ്ധ ഖുർആനിനകത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ എന്റെ പ്രസംഗം നിർത്തി ഭംഗിയായിട്ട് ഒരാളെ കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓദിച്ചാൽ നിങ്ങളൊക്കെ സാഗൂത കേട്ടിരിക്കും. കാരണം ഏത് ഹൃദയത്തെയും വശീകരിക്കാനുള്ള ഒരു വശശക്തി ഖുർആനുണ്ട്, ഇന്നുണ്ട്, എന്നുണ്ട്. നമ്മളൊക്കെ ഫാത്തിഹ, ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ള ഒരാള് സൂറത്തുൽ ഫാത്തിഹ എത്ര തവണ ഓതിയിട്ടുണ്ടാവും? ഒരു ദിവസം 17 തവണ. അതേസമയം ഫാത്തിഹ സൂറത്ത് കേട്ടാൽ നിങ്ങൾ ചെവി കൂർപ്പിച്ചു നിൽക്കും. ഒരു ഹിറ്റായ പാട്ട് നിങ്ങൾ എത്ര തവണ കേൾക്കും? ഞാൻ നാളെ ബസ്സിൽ വരുമ്പോ ഒരു പാട്ട് വെച്ചപ്പോ ചെറുപ്പക്കാരൊക്കെ കൂടി ഒച്ചുണ്ടാക്കി നിർത്താ പാട്ട്. ഞാൻ വിചാരിച്ചു കുട്ടികളൊക്കെ നന്നായോ, നോക്കുമ്പോ അതൊന്നുമല്ല, ആ പാട്ടിഞ്ഞു വെക്കലേന്നാ. എന്തോ രാക്ഷസി ഭ്രാന്തത്തി എന്ന് പറഞ്ഞ ഞങ്ങൾ ഖുർആൻ കൊണ്ട് ലോകത്തിന്റെ അജയ ശക്തിയായി മാറി. അല്ലാഹു അക്ബർ എന്ന കൊടിക്കൂറയ്ക്ക് കീഴിൽ ഞങ്ങൾ ലോകത്ത് ഇസ്ലാമിനെ പ്രബോധനം ചെയ്തു. ആർത്തിരമ്പി വരുന്ന വമ്പിച്ച സൈന്യത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ലോകോത്തര സർവ്വസൈന്യാധിപൻ, പേർഷ്യൻ സൈന്യാധിപൻ റുസ്താം തന്റെ മുന്നിൽ നിൽക്കുന്ന കൊച്ചു മുസ്ലിം സൈന്യത്തെ നോക്കിയിട്ട് ഒരിക്കൽ പറഞ്ഞു, ഇല്ല, മുസ്ലിം സൈന്യത്തെ പരാജയപ്പെടുത്താനാവില്ല. സൈന്യം ചെറുതാണ്, പക്ഷേ മുസ്ലിം സൈന്യത്തെ പരാജയപ്പെടുത്താനാവില്ല. കാരണം അവരുടെ പക്കൽ ജീവിക്കുന്ന ഖുർആനുണ്ട്, ജീവിക്കുന്ന ഖുർആൻ. ഞാൻ പറയുന്നു, ഏത് മനസ്സിനെയും വശീകരിക്കാനുള്ള ഒരു അത്ഭുത ശക്തി ഖുർആനിനുണ്ട്. ഈ അടുത്ത കാലത്താണല്ലോ കറാച്ചിയിലൂടെ സഞ്ചരിച്ചിരുന്ന ലോകോത്തര ഡിപ്ലോമാറ്റ് 7 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഖുർആൻ പാരായണം കേട്ടുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ഗുണദോഷിക്കാൻ വേണ്ടി വരുന്ന പല പ്രമുഖരെയും പ്രവാചകൻ നേരിട്ട് അക്കമിട്ട മറുപടി കൊടുത്തിട്ടല്ല, ഖുർആനായത്ത് അങ്ങ് ഓതി കൊടുത്തു. അങ്ങനെ ഓതി കുറച്ചെത്തിയപ്പോഴാണ് ഗോത്രങ്ങൾ അല്ലാഹു തആല പിടികൂടിയതുപോലെ നിങ്ങളെയും പിടികൂടുമെന്ന് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്ന ഘട്ടമെത്തിയപ്പോൾ ആ പ്രമുഖൻ ചാടിയണീറ്റ് റസൂലുള്ളാഹിയുടെ മുഖം പൊത്തിയിട്ട് പറഞ്ഞു, എനിക്കിത് കേൾക്കാൻ വയ്യ. അവിടെ ചെന്നിട്ട് പറഞ്ഞത് മാരണത്തിന്റെ വാക്കുകളല്ല, കൂടോത്രത്തിന്റെ വാക്കുകളല്ല, മുഹമ്മദിന്റെ വചനമല്ല, അത്ഭുതകരമായ ദിവ്യശക്തിയുള്ള വേദഗ്രന്ഥമാണത് എന്ന് അദ്ദേഹം അവിടെ പോയി പറയുകയാണ് ചെയ്തത്. അതുപോലെ പരിശുദ്ധ ഖുർആൻ ഭാവി ദൈവത്തിനല്ലാതെ അല്ലാഹുവിനല്ലാതെ അറിയില്ല എന്ന് പ്രഖ്യാപിച്ച ഗ്രന്ഥമാണ്. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമേ ഗൈബ് അറിയൂ. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല എന്ന് പഠിപ്പിച്ച വേദഗ്രന്ഥം നടത്തിയ പ്രവചനങ്ങൾ, ആ പ്രവചനങ്ങളിൽ ഒന്നുപോലും പുലരേണ്ട സന്ദർഭത്തിൽ പുലരാതിരുന്നിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ നിരവധി പ്രവചനം നടത്തി, ആ പ്രവചനങ്ങളൊക്കെയും പുലർന്നു, ഒന്നുപോലും പുലരാതിരുന്നിട്ടില്ല. നിങ്ങൾക്കറിയില്ലേ, ഒരു ആംഗ്ലേയ ചരിത്രകാരൻ ഖുർആനിനെ പഠനം നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ അത്ഭുതം സൂറത്തുൽ ലഹബാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് എന്ന് പറയുന്ന അബൂ ലഹബ് നരകത്തിലാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയും നരകത്തിലാണ്, അദ്ദേഹത്തിന്റെ സമ്പത്ത് സന്താനങ്ങൾക്കും അയാൾക്ക് ഉപകരിച്ചില്ല എന്ന് അബൂ ലഹബ് പ്രതാപവാനായി കൊടികുത്തി വാടുന്ന ഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അബൂ ലഹബിന്റെ മുഖത്ത് നോക്കി പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു, അബൂ ലഹബ് നാശത്തിലാണ്. അദ്ദേഹം പറയുന്നു, അബൂ ലഹബിനെ പോലെ ധിക്കാരികളായ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അബൂ ലഹബ് നരകത്തിലാണെന്ന് പറയാൻ മുഹമ്മദിനെ കൊണ്ടാവില്ല. അത് ദൈവിക വചനമാണ്. പറഞ്ഞതുപോലെ അറബികളുടെ കൺമുന്നിൽ വെച്ചുകൊണ്ട് പ്രതാപവാനായ അബൂ ലഹബിന്റെ അന്ത്യം ശരിക്കറബികൾ കണ്ടു. സമ്പത്ത് നശിച്ചു, മക്കൾ നശിച്ചു, അവസാനം ചീഞ്ഞു നാറി പുഴുവരിച്ച് വീട്ടിന്റെ മുന്നിൽ ഒരു കുഴി കുഴിച്ച് തോണ്ടിട്ട് മൂടുകയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അന്നത്തെ 2 പ്രമുഖ രാഷ്ട്രങ്ങളായിരുന്നല്ലോ റോമയും പേർഷ്യയും. റോമ സാമ്രാജ്യം അഖില കിതാബിന്റെ രാജ്യമാണ്, പേർഷ്യൻ സാമ്രാജ്യം മജൂസികളുടെ രാജ്യമാണ്. പക്ഷേ പേർഷ്യൻ സാമ്രാജ്യം ഒരു യുദ്ധത്തിൽ റോമയെ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല നാമാവിശേഷമാക്കി. ആ സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമായത്. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. ഇതാ റോമ തോറ്റിരിക്കുന്നു, ഏതാനും വർഷത്തിനുള്ളിൽ റോമ സാമ്രാജ്യം ജയിക്കും. ഇത് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയത്ത് ഇറങ്ങുമ്പോൾ അവിടെ ഇല്ല, മൂപ്പര് കച്ചവടം കഴിഞ്ഞ് വരിക. അപ്പോഴാ പറഞ്ഞു പ്രമുഖനായ സമ്പന്നനായ വലീദ്, ഖുറൈശ് പ്രമുഖൻ, അദ്ദേഹം വന്നിട്ട് അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, നിന്റെ നേതാവിന് വട്ട് കൂടി വരികയല്ലേ, എന്തേ റോം ജയിക്കും നിങ്ങളെ ഖുർആനിലുണ്ട് എന്നാ പറഞ്ഞത്.
അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് ഞെട്ടിയത്. അങ്ങനെ പറഞ്ഞു, ഖുർആൻ തന്നെയാണോ? ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വിശ്വാസത്തിൽ ദൃഢവാനായി അദ്ദേഹം പറഞ്ഞു, എന്നാ ജയിക്കും. അപ്പൊ പിന്നെ മൂപ്പര് തിരിക്കൽ മൂപ്പരുടെ നേർക്കായി, നിനക്കും വട്ടാണല്ലേ എന്നായി. ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് തെറ്റി പറ്റിവെച്ചു. അന്ന് ഇസ്ലാമിന്റെ സാമ്പത്തിക ക്രമമൊന്നുമില്ല. ഒരൊട്ടകം 3 വർഷത്തിനുള്ളിൽ റോമ ജയിക്കും. അബൂബക്കർ സിദ്ദീഖ് ഇല്ല വലീദ്. പിന്നെ നമുക്ക് കാണാൻ കഴിയും, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്ത് വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് ചോദിക്കാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഒക്കെ ശരിയാ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഏതാനും കൊല്ലത്തിനുള്ളിലാണ് ജയിക്കുക. ബിലോ എന്ന അറബി വാക്ക് 3 മുതൽ 9 വരെയുള്ള അക്കങ്ങൾക്കാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് നബി പറഞ്ഞു 9 എന്നാക്കി മാറ്റണം. അദ്ദേഹത്തിന് പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ആ കരാർ തിരുത്താന്ന് കരുതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുമ്പോൾ നബി പുറകിൽ നിന്ന് ഒന്നും കൂടി വിളിച്ചിട്ട് പറഞ്ഞു, ഏതായാലും പറ്റിട്ടല്ലേ, 1ന്റെ കൂടെ 2 0 കൂടി കൂട്ടിക്കോ. അന്ന് ഇസ്ലാമിക സമൂഹത്തിന്റെ കയ്യില് 5 ഒട്ടകമില്ലാത്ത കാല. 100 ഒട്ടകത്തിന് ചെതി ചോദിച്ചു. 100 അല്ല 1000 ആയിക്കോട്ടെ, 9 അല്ല 900 ആയിക്കോട്ടെ, റോമഞ്ചലോ എവിടെ ജയിക്കും? ആ സാമ്രാജ്യം സടകുടഞ്ഞ് എഴുന്നേൽക്കുകയും പേർഷ്യൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒട്ടകം വാങ്ങി ബൈത്തുൽ മാലിൽ അടക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത് ഈ കിതാബ് നമ്മളെ കയ്യിലുള്ളത്. അതിനേക്കാളൊക്കെ ഉപരി ഈ സദസ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇതിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, വിദ്യാസമ്പന്നരായ ആളുകളുണ്ട്. എനിക്കറിയാം പെരുമ്പാവൂരിനെയും പരിസര ഭാഗത്തെയും. 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗത്തൊക്കെ നന്നായി പണിയെടുത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് നന്നായി അറിയാം. ഞാൻ ചോദിക്കുന്നു, പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ അത്ഭുതം പരിശുദ്ധ ഖുർആൻ നടത്തിയ ശാസ്ത്ര പരാമർശങ്ങളാണ്. നമ്മൾ ശാസ്ത്രം പഠിച്ചു, പക്ഷെ ഖുർആനിന്റെ ശാസ്ത്രം പഠിച്ചോ നമ്മള്? നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് പരിശുദ്ധ ഖുർആൻ അവതീർണമാകുന്ന കാലത്ത് ശാസ്ത്രം ABCD പോലുമില്ല, വട്ടപൂജ്യമാണ്. ആ കാലത്ത് നേരത്തെ പറഞ്ഞ ഒട്ടകത്തിന്റെ മൂക്കേറി പിടിക്കാൻ പഠിച്ച ജനതയിൽ ജനിച്ച പ്രവാചകൻ അവതീർണമായ പരിശുദ്ധ ഖുർആൻ 100 കണക്കിന് സ്ഥലത്ത് ഭൂമിയെക്കുറിച്ച്, സൂര്യനെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, ജീവജാലങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും ആധുനിക ശാസ്ത്രീയ സത്യത്തിന്, ലേറ്റസ്റ്റ് സയന്റിഫിക് ട്രൂത്ത്, ആധുനിക ശാസ്ത്രീയ സത്യത്തിന് വിരുദ്ധമായ ഒരു പരാമർശം അള്ളാന്റെ കിതാബിലില്ല എന്നുള്ളത് സുബ്ഹാനല്ലാഹ് ഒരു വലിയ അത്ഭുതമാണ്. വലിയ അത്ഭുതം. എന്തായി പറയുന്നത്? വെറും 450 കൊല്ലം മുമ്പ് ഒരു ശാസ്ത്രജ്ഞൻ എഴുതിയ ശാസ്ത്ര പുസ്തകം എടുത്താൽ ഞാൻ തറപ്പിച്ചുറപ്പിച്ചു പറയുന്നു, അതിൽ 70% പൊട്ടത്തരായിരിക്കും. വൈകിയപ്പോഴേക്കും അതിൽ കുറെ കാലത്തേക്ക് മാറാൻ വൈകുന്നു. മാത്രമല്ല, ശാസ്ത്രം ഇന്നലെയും മിനിയാന്നും എന്ന നിലയ്ക്ക് കണ്ടുപിടിച്ച 100 കണക്കിന് ശാസ്ത്ര വസ്തുതകൾ അത്ഭുതകരമായി നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയുന്നു. അത്ഭുതകരമായി. ഞാൻ ഈ എറണാകുളം ജില്ലയിലല്ലേ നിൽക്കുന്നത്. ഞാൻ എന്റെ ഒരു ഗൃഹാതുരത്വം പങ്കുവെക്കുകയാണ്. എടവനക്കാട് ഉപ്പയുടെ കൂടെ പഠിക്കുന്ന കാലം, ഏകദേശം 6ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന, 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കാലം. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളെ ഖുർആൻ സ്റ്റഡി സെന്ററിൽ പഠിപ്പിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. അലക്കത്ത് രക്തക്കട്ട. പക്ഷെ ആ വാക്കിന്റെ ശാസ്ത്രീയ ലോകത്തോട് പറയാൻ കഴിയണം, ഇത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, ഭ്രൂണത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാന്റെ കിതാബാണ് എന്ന് ലോകത്തോട് നമുക്ക് പറയാൻ കഴിയണം. ശാസ്ത്രം പറയുന്നു ഈ പ്രപഞ്ചം വികസിക്കുന്നുവെന്ന്. ഖുർആൻ അന്നേ പറഞ്ഞു ഇതിനെ നാം വികസിപ്പിക്കും. സൂര്യന്റെ പ്രകാശം സ്വയം പ്രകാശമാണെന്നും ചന്ദ്രന്റെ പ്രകാശം സൂര്യനിൽ നിന്ന് തട്ടിവരുന്ന പ്രതിപ്രകാശമാണെന്നും ശാസ്ത്രലോകത്തിന് അറിവ് കിട്ടിയിട്ട് നൂറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ. പക്ഷേ 1.5 സഹസ്രാബ്ദം മുമ്പ് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, തബാറക്കല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ. സ്വയം കത്തുന്ന വിളക്കായ സിറാജായ സൂര്യൻ, മറ്റൊന്നിന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന മുനീറായ ചന്ദ്രൻ. മുനീറായ ചന്ദ്രൻ. എന്തായി പറയുന്നത്? ആകാശഗോളങ്ങളൊക്കെയും ഒറ്റക്കട്ടിയായിരുന്നു, അതിഭയങ്കരമായ സമ്മർദ്ദത്തിന് വിധേയമായി പൊട്ടിത്തെറിച്ചതാണെന്ന ബിഗ് ബാങ് തിയറി കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞില്ലേ? അവലം യറല്ലദീന കഫറു അന്നസ് സമാവാതി വൽ അർള കാനതാ റത്കൻ ഫഫതഖനാഹുമാ. ആകാശഭൂമികളെ ഒറ്റക്കട്ടിയായിരുന്നു, നാം അവയെ വേർപെടുത്തി. നിങ്ങൾ സമയം തന്നാൽ ഞാൻ 100 എണ്ണം പറഞ്ഞുതരാം. 100 എണ്ണം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു. ബാക്കി സമയമില്ല, സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. കാരണം പറയാം, പക്ഷെ നമ്മൾ ഇതൊന്നും പഠിക്കുന്നില്ല, ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ മോചിതത്താണ് നമ്മൾ കെട്ടിപ്പൂട്ടി. പണ്ട് തുണിയിലാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് പൊഞ്ഞു വെച്ചിരുന്നത്. 2 സാധനം നമ്മൾ തുണിയിൽ പൊഞ്ഞിരുന്നത്. ഒന്ന് ഖുർആനും പിന്നെ മുസാഫ് മയ്യത്തും. ആ തുണിയിൽ പൊഞ്ഞിട്ട് കെട്ടിവെക്കും. അത് പുറത്തെടുക്കണം. നമുക്ക് ഖുർആൻ പഠിക്കണം. ഇന്ന് അത്ഭുതകരമായ മാറ്റം കേരളത്തിൽ സംഭവിക്കുകയാണ്. എനിക്ക് 4 ഖുർആൻ സ്റ്റഡി സെന്റർ ഉണ്ട്. ഞങ്ങളോട് പങ്കുവെക്കണം വേറെ കാര്യത്തിന് വേണ്ടി. അതിൽ മൊത്തം 2000-ത്തിലധികം പഠിതാക്കളുണ്ട്. 5.5 വർഷമായി തിരൂരിൽ നടക്കുന്ന ഖുർആൻ ക്ലാസ്സിൽ ഇന്നലെ പങ്കെടുത്തത് 500-ലേറെ പേരാണ്. അത് ഞാൻ എറണാകുളത്തെ ആളുകളോട് പറയുന്നു, നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് ആളുകൾ ഖുർആൻ പഠിക്കാൻ വരും.
അവർ കുടുംബസമേതം വരും. അവർക്ക് പറ്റുന്ന വിധത്തിൽ ലളിതമായി ഖുർആനിനെ അവതരിപ്പിക്കാൻ കഴിയണം എന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോ ഒരു ഖുർആനികമായ വിപ്ലവം ലോകത്ത് നടക്കും. ഖുർആൻ വന്നാൽ പിന്നെ ബാക്കി ശൈത്താനെ കൂടിയൊളിക്കും. അവിടെ പിന്നെ വേറൊരു തിന്മയുണ്ടാവില്ല. ഞാൻ എന്റെ സഹോദരന്മാരോട് സഹോദരികളോട് പറയുന്നു, നമ്മൾ ഖുർആനിന്റെ വാഹകരാണ്. ഖുർആൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളെ മുമ്പിൽ ഒരു ശൈത്താനും വരില്ല. എത്ര സഹോദരിമാർ എന്നെ വിളിച്ചു പറയുന്നു, ഖുർആൻ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം അവരുടെ വീട്ടിലുണ്ടായ പരിവർത്തനത്തെക്കുറിച്ച്, മക്കളെയും കൂട്ടി ഖുർആൻ ക്ലാസ്സിന് വന്നപ്പോണ്ടായ മാറ്റത്തെക്കുറിച്ച് കരഞ്ഞിട്ടൊരു സഹോദരി പറഞ്ഞു, ഖുർആൻ ക്ലാസ് കേട്ടതിന് ശേഷം എന്റെ മോൻ ഇന്ന് രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സുബഹിക്ക് സ്വയം അവൻ നിസ്കരിച്ചു എന്ന് സന്തോഷത്തോടു കൂടി പറഞ്ഞു. കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പറയുന്നു, ഖുർആനുള്ള വീട്ടിൽ അവിടെ അനുഗ്രഹം ഉണ്ടാകും. അൽബക്കറയും ഇമ്രാനും ഓതുന്ന വീട്ടിൽ അനുഗ്രഹം ഉണ്ടാകും. അവിടെ ദാരിദ്ര്യത്തെ പേടിക്കേണ്ട. അതല്ലേ മഹാനായ ഒരു പണ്ഡിതനോട് ഖലീഫ ചോദിച്ചു, പെൺമക്കളല്ലേ ഇത്തിരി പൈസ തരാം. ആ മഹാനായ പണ്ഡിതൻ പറഞ്ഞത്, എനിക്ക് പൈസ വേണ്ട, വീട്ടിലെ കഷ്ടപ്പാട് മാറാൻ ഞാൻ കുട്ടികളോട് സൂറത്തുൽ വാക്യ കാണാതെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വാക്യ ഓതാറുണ്ട്. സൂറത്തുൽ വാക്യ ഓതുന്ന വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല. ഞാൻ ചോദിക്കുന്നു, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് സൂറത്ത് യാസീൻ. ഖൽബുൽ ഖുർആൻ, ഖുർആന്റെ ഹൃദയമാണ്. ആ ഖുർആനിന്റെ ഹൃദയം എന്ന് പറയുന്ന സൂറത്ത് യാസീൻ. ഇഖ്റഉ മൗതാക്കും, സൂറത്ത് യാസീൻ. മരണാസന്നമായ ആൾക്ക് സൂറത്ത് യാസീൻ ഓതി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഓതി തന്നുമ്പോ എന്താ ഉണ്ടാകുക പ്രതികരണം? ആ മരണാസന്നന് സൂറത്ത് യാസീൻ ഓതി കൊടുക്കാൻ പറയാൻ കാരണം, പരലോകത്തെക്കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച്, റിസാലത്തിനെ കുറിച്ച് ഏറെ പറയുന്ന പരിശുദ്ധ സൂറത്ത് യാസീൻ. അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കുന്ന മരണാസന്നൻ ഭക്തി നിർഭരമായി പടച്ച തമ്പുരാനിലേക്ക് യാത്ര തിരിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ ഓതിപ്പടിച്ച മനുഷ്യന്റെ മുമ്പിൽ സൂറത്ത് യാസീൻ മരണമാസന്നമാകുമ്പോൾ ഓതിക്കൊടുക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചത്. പക്ഷെ നമുക്ക് യാസീൻ ഓതിയാൽ നല്ല ഒത്ത് എന്ന് പറയാന്നല്ലാതെ എന്ത്? അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. എന്തറിയാൻ? ഞാൻ പറയുന്നു, ഖുർആൻ പഠിക്കണം. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസത്തിൽ 1.5 മണിക്കൂറെങ്കിലും എന്ത് ഭൂമി കുലുങ്ങിയാലും ശരി, എന്ത് സംഭവിച്ചാലും ശരി, അവിടെ ഉണ്ടായിരിക്കും. ഞാൻ ഇപ്പൊ 4 ദിവസം രാത്രി പുറപ്പെടാം ദൂരസ്ഥലങ്ങളിലേക്കാ. ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ തോന്നി. ഞാൻ പങ്കുവെക്കണം എന്താ, നിങ്ങൾ വരാൻ വേണ്ടിയിട്ടാ. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യമായി ഇപ്പൊ തോന്നുന്നത്. വലിയ ഐശ്വര്യമായി തോന്നുകയാണ്. കാരണം ഖുർആൻ പഠിപ്പിക്കുമ്പോ പടച്ച തമ്പുരാൻ നമുക്ക് നിഅമത്ത് ഇങ്ങനെ ഇറക്കി തരും. അതുകൊണ്ട് നമ്മൾ ഖുർആൻ പഠിക്കുന്നതിലേക്ക് സജീവമായി രംഗത്ത് വരണം. ഈ ആധുനിക കാലഘട്ടത്തില് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ സമൂഹത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കാൻ. ഒരു ഭീകരവാദി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിന്റെ അടിയിൽ എഴുതാൻ പോണ പേര് മുസ്ലിം പേരാണ്. ഒരു തീവ്രവാദി വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കറിയാം, അതിന്റെ അടിയിൽ എഴുതാൻ പോണ പേര് മുസ്ലിമിന്റേതാണ്. പക്ഷേ ഇവിടെ മുസ്ലിങ്ങൾ എന്ത് തീവ്രവാദവും ഭീകരവാദവും കാണിച്ചത്? ലോകത്ത് സകലമായ അക്രമങ്ങളും അഴിച്ചുവിട്ടത് ഇസ്ലാം വിരുദ്ധ ശക്തികളല്ലേ? 1-2 ലോകമഹായുദ്ധത്തിലൂടെ കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നത് മുസ്ലിങ്ങളല്ലല്ലോ, ഇസ്ലാം വിരുദ്ധ ശക്തികളല്ലേ? അവരല്ലേ നാഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബിട്ടത്? അവരല്ലേ വിയറ്റ്നാമിലും കംബോഡിയയിലും ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നത്? അവരല്ലേ ഒരു സദ്ദാം ഹുസൈനെ പിടിക്കാൻ വേണ്ടി 10 ലക്ഷം ഇറാഖികളെ കൊന്നത്? അവരല്ലേ ഒരു ഉസാമ ബിൻ ലാദനെ പിടിക്കാൻ വേണ്ടി 11 ലക്ഷം അഫ്ഗാനികളെ കൊന്നത്? ആരെ കയ്യിലെ ആയുധം? 100 കണക്കിന് ആറ്റം ബോംബ് അവരെ കയ്യിലല്ലേ? നമ്മളിൽ ഏറുപടക്കണ്ട. അവരെ കയ്യിലല്ലേ ഏറ്റവും വലിയ മിസൈൽ ഉള്ളത്? വാണം വിടാൻ അറിയോ നമുക്ക്? പക്ഷേ എന്നിട്ടും പറയാ മുസ്ലിങ്ങൾ ഭീകരന്മാരാണ്, മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്. ഇത് മാറാനും പോണില്ല. എന്താ കാരണം? മുസ്ലിങ്ങളുടെ കയ്യിൽ 2 ഭീകര സാധനം, അത് ഒരു മാറ്റവും വന്നിട്ടില്ല. മുസ്ലിങ്ങളുടെ കയ്യിൽ 2 ഭീകര സാധനമുണ്ട്. ആ ഭീകര സാധനം ഉള്ളിടത്തോളം കാലം നിങ്ങൾ എത്ര നല്ലമുള്ള ചമഞ്ഞാലും ശരി, ഇസ്ലാം വിരുദ്ധ ശക്തികൾ നിങ്ങളെ ഭീകരന്മാര്, തീവ്രവാദികൾ എന്ന് തന്നെ വിളിക്കുള്ളൂ. ഒന്ന് ഖുർആൻ. وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والولدان الذين يقولون ربنا اخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا എന്ന് ലോകത്തോട് പഠിപ്പിക്കുന്ന ഒരു വേദഗ്രന്ഥത്തിന് ഇസ്ലാം വിരുദ്ധ ശക്തികൾക്ക് ഭീകര ഗ്രന്ഥമായിട്ടേ തോന്നുള്ളൂ. അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു വേദഗ്രന്ഥം, പീഡിത മർദ്ദിത ജനവിഭാഗത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു വേദഗ്രന്ഥം. വമാ അദ്റാകമൽ അഖബ ഫഖു റഖബ ഔ ഇത്വാമു ഫി യൗമിൻ ദി മസ്അബ യതീമൻ ദാ മത്റബ എന്ന് പറയുന്ന ഒരു വേദഗ്രന്ഥം ഭീകരമായിരിക്കും. ലോക ജനതയെ ചൂഷണം ചെയ്യുന്ന ഇസ്ലാം വിരുദ്ധ ശക്തികൾക്ക് ഭീകരമായിരിക്കും.
രണ്ടാമത്തേത് റസൂലാണ്. ഉമ്മയെക്കാളേറെ ഹൃദയത്തിൽ സ്നേഹിക്കുന്ന റസൂൽ. 14 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച ഒരു പ്രവാചകനെ 20-ാം നൂറ്റാണ്ടിൽ 21-ാം നൂറ്റാണ്ടിൽ കാർട്ടൂൺ മത്സരം സംഘടിപ്പിച്ചു. കാരണം ആ പ്രവാചകനാണ് കിസ്റ കൈസർ സാമ്രാജ്യത്വത്തിന്റെ ആണിക്കല്ല് തകർത്ത, അതിന് നേതൃത്വം കൊടുത്ത ഒരു പ്രവാചകനെ ഉമ്മയേക്കാൾ ഹൃദയത്തിൽ സ്നേഹിക്കുന്ന ഒരു സംഘത്തിനെ ഭീകരന്മാരെന്ന് തന്നെ ആയിരിക്കും അവർ വിളിക്കുക. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പോരിരുട്ടിനെ മുറിച്ചു മാറ്റാൻ ഈ ഖുർആനിനെ നമ്മൾ ശക്തമായി മുന്നോട്ട് പോവുക. എല്ലാറ്റിലും ഉപരിയായി സഹോദരന്മാരെ, അള്ളാഹുവിനെ നമുക്ക് അഭിമുഖീകരിക്കണ്ടേ, പടച്ചതമ്പുരാൻ അഭിമുഖീകരിക്കണ്ടേ. ഞാനൊരു കിതാബ് തന്നിട്ട് സകല കിതാബ് നിങ്ങൾ വായിച്ച് പഠിച്ച് മാർക്കിട്ട് പരീക്ഷ ജയിച്ചു, സ്വർഗത്തിന്റെ ഒരു താക്കോൽ തുറക്കാവുന്ന ഒരു കിതാബ് തന്നിട്ട് ഒരായുസ് എന്റെ വായുവും വെള്ളവും ഇഷ്ടം പോലെ സ്വീകരിച്ചിട്ട് അതിനെ നിങ്ങൾ അവഗണിച്ചില്ലേ എന്നുള്ള ചോദിച്ചാൽ സഹോദരന്മാരെ, നമ്മൾ ആരും രക്ഷപ്പെടൂല. അതേസമയം ആ ഖുർആൻ ഖുർആനും നോമ്പും അതിന്റെ അടിമകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഞാൻ എന്റെ ഖുർആൻ പഠിതാക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു, പേടിക്കണ്ട. നാളെ പരലോകത്ത് പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. പലരും TV കണ്ട് സീരിയൽ കണ്ടിരിക്കുമ്പോ, മക്കളുടെ വിരുന്നിന് വേണ്ടി പോകുമ്പോ ഖുർആൻ സ്റ്റഡി സെന്ററിലേക്കെന്നും പറഞ്ഞുകൊണ്ട് പഠിക്കാൻ വേണ്ടി പോയതിന്റെ ഫലമായി നാളെ ആരും സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ ഒരു സമ്പത്ത് സന്താനങ്ങൾ ഉപകരിക്കാത്തൊരു ഘട്ടത്തിൽ, പല അൻസാബ് ബൈനഹും, ഒരു കുടുംബ ബന്ധവും ഇല്ലാത്ത മഹ്ശറയുടെ തീക്ഷ്ണമായ ഘട്ടത്തിൽ ഖുർആൻ പറയും, പഠിച്ചോനെ ഇതിന്റെ ആളാണ്. ആ ഖുർആനിന്റെ ശുപാർശ നമുക്ക് കിട്ടണം. എല്ലാത്തിനേക്കാളും ഉപരി നമ്മുടെ പലരുടെയും ഉപ്പയും ഉമ്മയും മരിച്ചുപോയി. എന്റെ ഉപ്പ മരിച്ചിരിക്കുന്നു, ഉമ്മ ജീവിച്ചിരിക്കുന്നു. നിങ്ങളിൽ പലരുടെയും ഉപ്പയും ഉമ്മയും മരിച്ചു പോയിട്ടുണ്ട്. അവരിന്ന് ഖബറിലാണ്, ബർസഖിലാണ്. അൽ ഖബറു അവ്വലു മൻസിലും മിൻ മനാസിലിൽ ആഖിറ. പരലോകത്തെ വീടുകളിൽ ആദ്യത്തെ വീടാണ് ഖബർ. ഖബറിന്റെ ദീനരോധനം കേട്ടാൽ പിന്നെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. സഹോദരന്മാരെ, നമ്മുടെ ഉപ്പയും ഉമ്മയും ഖബറിൽ കഴിയുമ്പോൾ അതാ വരുന്നു അവരുടെ അടുത്തേക്ക് മലക്കുകൾ. സഹിഹായ ഹദീസിൽ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, ഉപ്പാടെ ഉമ്മാടെ അടുത്തേക്ക് മലക്കുകൾ വരികയാണ്. മലക്ക് വന്നിട്ട് പറയാണ്, മലക്കുകൾ വന്നുകൊണ്ട് ഉമ്മയെ സ്വീകരിക്കുകയാണ്, കിരീടം ചൂടിക്കുകയാണ്, അംഗവസ്ത്രം അണിയിക്കുകയാണ്, അവരെ സ്വീകരിക്കുകയാണ്, ആനയിക്കുകയാണ്. ഒക്കെ കഴിയുമ്പോ നമ്മുടെ ഉപ്പയും ഉമ്മയും മലക്കുകളോട് ചോദിക്കുമത്രേ, എന്തിനാ ഞങ്ങളെങ്ങനെ ആദരിക്കുന്നത്, എന്തിനാ ഞങ്ങളെങ്ങനെ സ്വീകരിക്കുന്നത്? ഒരൊറ്റ മറുപടിയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിന്റെ മക്കൾ ദുനിയാവിലിരുന്ന് ഖുർആൻ പഠിപ്പിച്ചതിന്റെ പേരിലുള്ള ആദരവാണിത്. നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ആദരവത നാളെ നമ്മൾ ഖബറിൽ കിടക്കുമ്പോ ഖുർആൻ പഠിക്കുന്ന മക്കളാണെങ്കിൽ ആ മക്കളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാക്കി മാറ്റണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുറച്ചധികം സമയമെടുത്തതിന് സംഘാടകരോട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുകയാണ്. ഈ സദസ്സിനോട് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. വിപുലമായ ഒരു ഖുർആൻ പഠന വേദിക്ക് പെരുമ്പാവൂരിനെ പോലുള്ള ഒരു പ്രദേശത്തിന് നല്ല സാധ്യതയുണ്ട്. എന്റെ കണക്കൂട്ടലിൽ 1000 പേരെങ്കിലും പഠിക്കാനുണ്ടാവും. ഞാൻ നിങ്ങളെ പ്രകോപിതനാക്കിക്കൊണ്ടാണ് പോകുന്നത്. നിങ്ങൾ അതിനുവേണ്ടി സന്നദ്ധമാവുകയും വലിയ ഒരു അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുകയും ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാഹ് പുറത്തു മാപ്പാക്കി തീർക്കുമാറാകണേ. പരിശുദ്ധ ഖുർആനിനെ പഠിക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും അല്ലാഹ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകണേ. നാളെ ഖുർആനിന്റെ ശുപാർശയ്ക്ക് വിധേയരായി തീരുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹ് ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ലിഖുലൂബിനാ ദിയാഅ വലിഅബ്സാരിനാ ജലാഅ വലിയസ്ഖാമിനാ ദവാഅ വലിദുനൂബിനാ മുമഖ്ഖിസാ വഅനിന്നാരി മുഖല്ലിസാ. اللهم نجنا من عذاب القبر ومن عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.